നമസ്കാരം. ഇന്ത്യയെക്കുറിച്ചുള്ള അമേരിക്കയുടെ വിദ്വേഷ പരാമർശത്തിന് മറുപടി നൽകിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കുടിയേറ്റക്കാരെ ഇന്ത്യ സ്വീകരിക്കുന്നില്ല എന്ന US പ്രസിഡന്റ് ജോ ബൈഡന്റെ പരാമർശത്തെ തള്ളിക്കൊണ്ടാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരെ ഇന്ത്യ എന്നും സ്വാഗതം ചെയ്യുന്നു എന്നാണ് ജയശങ്കർ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യം പൗരത്വ നിയമ ഭേദഗതി യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. നിരവധി പേർക്ക് ഇതിന്റെ ഭാഗമായുള്ള ഗുണങ്ങൾ ലഭിക്കുമെന്നും ഇന്ത്യയുടെ വാതിൽ എല്ലാ കാലത്തും എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുകയാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. US സമ്പദ് വ്യവസ്ഥ കുതിച്ചുയരുമ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അസ്ഥിരമായി മുന്നോട്ട് പോകുകയാണ് എന്നും വൈകാതെ തന്നെ അത് തകർന്നു പോകുമെന്നും ഒക്കെ ബൈഡൻ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇതൊക്കെയും എസ് ജയശങ്കർ നിരസിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകരില്ലെന്നും മികച്ച രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നതെന്നും ഉദാഹരണ സഹിതം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നുകൂടിയാണ് എന്ന ഓർമ്മപ്പെടുത്തലും ജയശങ്കറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയ ഇന്ത്യ ഈ ദശാബ്ദത്തിന് മുൻപ് ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നുകൂടിയുള്ള ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചു. ഇന്ത്യ, ചൈന, ജപ്പാൻ, റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് വിദേശ വിദ്വേഷമാണ് എന്നുള്ള ഒരു പരാമർശമായിരുന്നു ബൈഡന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അമേരിക്കയുടെ ശക്തി എല്ലാ കാലത്തും കുടിയേറ്റക്കാരാണ് എന്നും എന്നാൽ ഈ രാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള ചൈന, ജപ്പാൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളൊന്നും കുടിയേറ്റക്കാരെ അത്ര കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതാണ് അവരെ പിന്നോട്ട് നയിക്കുന്നത് തുടങ്ങിയ വിവാദപരമായ ആരോപണങ്ങളായിരുന്നു ബൈഡൻ മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിന്റെ ഈ വിവാദ പരാമർശത്തിന് തൊട്ടു പിന്നാലെയാണ് ജയശങ്കർ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ജോ ബൈഡൻ ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു കുടിയേറ്റ പ്രേമം ഉണ്ടാവാൻ കാരണം മറ്റൊന്നുമല്ല, അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അമേരിക്കയിലെ വോട്ട് ബാങ്കിൽ ഏറ്റവും നിർണായക ശക്തിയാണ് അവിടുത്തെ കുടിയേറ്റക്കാരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റു രാജ്യങ്ങളെ പഴിചാരിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രസ്താവന നടത്താൻ ബൈഡൻ മുതിർന്നത്. അതിനുള്ള കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.